TV ലൈസൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണേ കേട്ടോ. അപ്പോൾ എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ഷൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ലോകം മുഴുവനുള്ള ആൾക്കാർ ലൈവ് കണ്ടായിരുന്നു. എല്ലാവിധ ചാനലുകളും ലൈവായിട്ട് പരിപാടി അവതരിപ്പിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, പുള്ളി ഒരു പ്രാവശ്യം ന്യൂസ് ലൈവ് കണ്ടു, അത് കഴിഞ്ഞിട്ടാണ് അത് തെറ്റാണെന്ന് മനസ്സിലായത്, TV ലൈസൻസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അതിന് പെനൽറ്റി കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് TV ആണെങ്കിലും ലൈവ് TV കണ്ടു കഴിഞ്ഞാൽ, അതായത് BBC, ITV, Channel 4 അങ്ങനെയുള്ള സംഭവം പ്ലസ് ഇന്റർനാഷണൽ ചാനൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ TV ലൈസൻസ് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. പ്ലസ് നമ്മൾ പേ TV സർവീസസ് നോക്കുകയാണെങ്കിൽ സ്കൈ ആവട്ടെ, വെർജിൻ മീഡിയ ആവട്ടെ, നമ്മൾ BTയുടെ സംഭവങ്ങളാവട്ടെ, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് TV ലൈസൻസ് വേണം. അതുപോലെ തന്നെ സ്ട്രീമിംഗ് സർവീസസിൽ നമ്മൾ TV കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ, ആമസോൺ പ്രൈം, നമുക്കറിയാം നെറ്റ്ഫ്ലിക്സിൽ റീസെൻ്റ് ആയിട്ട് സംഭവം ഉണ്ടായിരുന്നു. അതായത് അതിനകത്ത് അവർ ലൈവ് പ്രോഗ്രാംസ് പലതും കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ട്. അതുപോലെ ആമസോൺ പ്രൈമിൽ ലൈവ് ഫുട്ബോൾ മാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ